മുംബൈയിലെ നേവി റെസിഡൻഷ്യൽ മേഖലയിൽ സേനയുടെ തോക്കും വെടിയുണ്ടകളും മോഷ്ടിച്ചു. സുരക്ഷാ ചുമതലയുള്ള നാവികസേന ഉദ്യോഗസ്ഥരിൽ നിന്നാണ് തോക്ക് മോഷ്ടിച്ചത്. നാവികസേന യൂണിഫോമിലെത്തിയ ആളാണ് മോഷ്ടാവ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, എങ്ങനെയാണ് ഇയാൾക്ക് ഇതൊക്കെ സാധിച്ചത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങളുണ്ടോ? ഇയാളെ ആരാണ്? വിശദാംശങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടോ പോലീസ്? അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. കൊളാബ എന്നത് നാവികസേനയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. അവിടെയുള്ള നേവി നഗറിൽ കാവൽ നിൽക്കുകയായിരുന്ന ഉദ്യോഗസ്ഥനെയാണ്, അഗ്നിവീറിനെയാണ് ഈ തരത്തിൽ ഒരാളെത്തി കബളിപ്പിച്ചത്. 20 വയസ്സുള്ള അലോക് കിഷോർ സിംഗ് എന്ന അഗ്നിവീർ അവിടെ കാവൽ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈവശം ഇൻസാസ് റൈഫിളും ഒപ്പം തന്നെ ഒരു 40 റൗണ്ട് വെടിയുണ്ടകളെങ്കിലും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗണേശ വിഗ്രഹ നിമഞ്ജന സമയമാണ്, ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് നേവിയുടെ QRT സംഘത്തിലെ ആളാണ്, ക്വിക്ക് റെസ്പോൺസ് ടീമിലെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേവിയുടെ വേഷം ധരിച്ച, യൂണിഫോം ധരിച്ച ഒരാളെത്തി ഡ്യൂട്ടി മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തോക്കും വെടിയുണ്ടകളും കൈമാറിയ ശേഷം ഈ അഗ്നിവീർ തിരികെ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീടാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ എത്തുമ്പോഴേക്കും ഈ അജ്ഞാതൻ തോക്കുമായി കടന്നു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരാണ് വന്നത്, അദ്ദേഹം എന്തിനാണ് വന്നത്, എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. നേവി ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ രാവിലെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട്. തോക്കും വെടിയുണ്ടകളും നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് മുംബൈ പോലീസുമായി ചേർന്ന് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം മഹാരാഷ്ട്ര ATSും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു. ഒരു ബോർഡ് ഓഫ് എൻക്വയറി, നേവിയുടെ ഒരു ആഭ്യന്തര അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും ഒരു അജ്ഞാതൻ നേവിയുടെ കൈവശമുള്ള തോക്കും വെടിയുണ്ടകളുമായി നഗരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതീവ ഗൗരവമായ ഒരു വിഷയമാണിത്. അതെ, വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. സുരക്ഷാ വീഴ്ച കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. മുംബൈയിലെ നേവി റെസിഡൻഷ്യൽ മേഖലയിലാണ് സേനയുടെ തോക്കും വെടിയുണ്ടകളും ഒരാൾ മോഷ്ടിച്ചത്. നാവികസേന ഉദ്യോഗസ്ഥരിൽ നിന്ന് തോക്ക് മോഷ്ടിക്കുകയായിരുന്നു. യൂണിഫോമിലെത്തിയ ആളാണ് മോഷ്ടാവ് എന്നതാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.